ഹലോ എല്ലാവർക്കും നമ്മുടെ കുഞ്ഞൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം നമുക്ക് ഒരു 1-2 ആഴ്ചയായിട്ട് ഫുള്ള് പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു അലമ്പ് പിടിച്ച ദിവസങ്ങളായിരുന്നു കേട്ടോ. ഇപ്പോഴും അങ്ങനെ തന്നെ, എന്താ പറയുക, കുറഞ്ഞിട്ടില്ല. അങ്ങനെ ഇടയ്ക്ക് പനിയൊന്ന് കുറയും, വീണ്ടും വരും, അങ്ങനെ തന്നെ കേട്ടോ. അപ്പോൾ നിച്ചുവിന് മരുന്ന് കൊടുത്തിട്ട് അവനൊന്ന് ആക്റ്റീവ് ആവും. പിന്നെ ആ ഒരു മരുന്നിൻ്റെ ഡോസ് കഴിയുമ്പോൾ വീണ്ടും ഇതേപോലെ വയ്യാണ്ടാവും. അങ്ങനെ തന്നെ ജലദോഷം ഒട്ടും കുറയില്ല, 2 ആഴ്ചയ്ക്ക് മേലെ ജലദോഷം തുടങ്ങിയിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു നമ്മൾ ഇത്ര ദിവസങ്ങൾ കേട്ടോ. പിന്നെ നമ്മൾ രാവിലെ ഒന്ന് അമ്പലത്തിലൊക്കെ പോകുന്നുണ്ട്, കുറേ ആയിട്ട് പൊൻകുഴി അമ്പലത്തിൽ പോകണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പം ഒന്ന് പോകാൻ റെഡി ആവും കേട്ടോ. അപ്പോഴേക്കും ഏട്ടൻ രാവിലെ ടോബോനെയൊക്കെ ഒന്ന് ഓടിപ്പിക്കുകയാണ്. അപ്പോൾ വയ്യാത്തയും കൊണ്ട് ഞാൻ ടോബോൻ്റെ കാര്യങ്ങളൊന്നും നോക്കാൻ ചില്ലറയില്ല. ശരിക്കും നമ്മളെന്നും അവനെ ഡെയിലി അവൻ്റെ ഹെയറൊക്കെ ചീവി കൊടുത്ത് റെഡിയാക്കണം. പക്ഷേ അതിനൊന്നുള്ളത് വയ്യ കേട്ടോ. അപ്പോൾ ഫുൾ കിടപ്പായിരുന്നു കുറേ ദിവസമായിട്ട്. അപ്പോൾ ഏട്ടൻ വന്നപ്പോൾ അവനെ പുറത്തൊക്കെ ഒന്ന് കൊണ്ടുപോയതാണ്. അല്ലെ മുറ്റത്ത് കൂടെയൊക്കെ ഒന്ന് ഓടിക്കുന്നതാണ്. ഇപ്പോൾ കുറച്ച് സൈഡില്ലാത്തതും കൊണ്ട് വയ്യാത്തതും കൊണ്ട്, അപ്പോൾ അച്ഛനും വയ്യ, എല്ലാവർക്കും പനിയും കൊണ്ടേ. അപ്പോൾ ഏട്ടൻ മാത്രം കുറച്ച് ഫ്രീ ആയിട്ടുണ്ട്. അപ്പോൾ ഏട്ടൻ വന്നപ്പോൾ അവനെ എന്താ പറയുക, റോട്ടിൽ കൂടെ ഓടിക്കുകയാണ്. ഇവിടെ നിശ്ചയം ഇതാണ് പരിപാടി, വണ്ടിനെ പെറുക്കുക. അപ്പോൾ കുറേ വണ്ടുകൾ വരുന്നുണ്ട്. എന്തെങ്കിലും ജീവൻ ഉണ്ടാവുമല്ലോ, ചേരട്ടയായിട്ടോ അട്ടയായിട്ടോ വണ്ടായിട്ടോ. അപ്പം ഇത് ചത്തുപോയ വണ്ടുകളാണ് കേട്ടോ. അതിനെ പെറുക്കിയിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് വെക്കുക. അതൊക്കെയാണ് അവൻ്റെ പരിപാടികൾ. നോക്കി നിൽക്കണം, നോക്കി നിന്നില്ലെങ്കിൽ അതെടുത്തിട്ട് വായിൽ പോകും. പിന്നെ അത് അവന് കടല പോലെ ചവച്ചെന്നാനായി പോവും. അപ്പോൾ നോക്കിക്കണം കേട്ടോ. പിന്നെ അവിടെ നിന്ന് എടുത്ത് മാറ്റിയാവും ഭയങ്കര വാശിയായിരിക്കും. അപ്പോൾ അതാ ടോബോയ്ക്കാണെങ്കിൽ പുറത്തേക്ക് ഇറക്കണത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്, ഓടാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് അവനെയും കൊണ്ട് അങ്ങോട്ട് പറ്റൂല. കാരണം പെട്ടെന്ന് ഏതെങ്കിലും വണ്ടി വരുന്ന സമയത്ത് ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ കുടുങ്ങിപ്പോയി. അവനെയും കൂടെ ജസ്റ്റ് ഒന്ന് എന്താ പറയുക, മുറ്റത്ത് കൂടെ ഒന്ന് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോഴേക്കും ഒരു ബൈക്ക് വന്നപ്പം അതിലേക്ക് ചാടിക്കയറാനാവും നോക്കണത്. അവർക്ക് മേത്ത് കയറാൻ വേണ്ടിയിട്ടേ, അങ്ങനത്തെ ടെൻഡൻസിയാണ്. അപ്പോൾ നമ്മളോടൊന്നൊരു കുഴപ്പമില്ല കേട്ടോ. അവൻ കളിക്കാനൊക്കെ കൂടും, ഹായ് പറഞ്ഞാൽ ഹായ് ഒക്കെ തരും. അതേപോലെ സിറ്റ്, അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കമാൻഡുകളൊക്കെ കേൾക്കും. പക്ഷേ അങ്ങോട്ട് വാ പറഞ്ഞാലൊന്നും അവൻ തോന്നണം, എന്നാലേ അവൻ വരുള്ളൂ കേട്ടോ. അതാണ് അവൻ്റെ കാര്യം. അപ്പോൾ ഏട്ടൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഏട്ടൻ വന്നാൽ ഭയങ്കര സന്തോഷമാണ് അവന്. കൂടിൻ്റെ ഉള്ളിലാകുമ്പോഴത്തേക്കും വണ്ടി കണ്ടാൽ അപ്പോഴും കുരയ്ക്കാൻ തുടങ്ങും. നിശ്ചയം അതുപോലെ തന്നെ ടോബോയും. അപ്പോൾ ഏട്ടൻ പറയും, കണ്ടു രണ്ടുപേരുടെയും സ്നേഹം കണ്ടോന്ന് പറയും. രണ്ടും ഒച്ച ഉണ്ടാക്കി ഓടും. അങ്ങനെ കളിക്കാനൊക്കെ അവൻ നിന്ന് വരും. പിന്നെ ഇങ്ങനെ കടിച്ചുകൊണ്ടിരിക്കും, വേദനിപ്പിക്കൊന്നുമില്ല, അല്ലാണ്ടുള്ള കടികളൊക്കെ ഇല്ലേ, അങ്ങനെ. അപ്പോൾ രാവിലെ ഏട്ടൻ കുറേ പരിപാടിക്ക് പോയി. ഞാനപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ചെറിയൊരു വീഡിയോ എടുക്കാണ്ടായിരുന്നു. അപ്പോൾ മെല്ലെ ഒന്ന് നേരത്തെ എണീറ്റു കേട്ടോ. എന്നിട്ടാണ് ഞങ്ങൾ ഒരു അമ്പലത്തിൽ ജസ്റ്റ് ഒന്ന് മെല്ലെ പോയി അതിലേക്ക് കറങ്ങി വരാമെന്നുള്ള രീതിയിലാണ് കേട്ടോ. ആ വഴിക്ക് പോയിട്ടൊന്ന് ഒരു റൈഡും കൂടെയാണ് ഉദ്ദേശിച്ചത്. പോയി കഴിഞ്ഞാൽ കാടുണ്ടല്ലോ, അപ്പോൾ എന്തെങ്കിലും കാണാൻ. നമ്മുടെ മൂഡ് ചേഞ്ച് ചെയ്യാനൊക്കെ ശരിക്കും ഫ്രാഗ്രൻസ് അടിപൊളിയാണ്. നല്ലൊരു നാച്ചുറൽ, എന്താ പറയുക, നമുക്ക് നല്ലൊരു ഫീൽ കിട്ടാനായിട്ട് അടിപൊളിയല്ലേ. അപ്പോൾ നല്ല മാമകത്തിൻ്റെ ഇൻടു ദ വാലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെർഫ്യൂമാണ്. രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്, ഇൻടു ദ വാലി, അതുപോലെ തന്നെ ഇൻടു ദ സൺസെറ്റ്. ഇത് ഇൻടു ദ വാലിയാണ്. ഭയങ്കര റിച്ച് ആൻഡ് എന്താ പറയുക, നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. നമുക്കിത് നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്മെല്ലൊക്കെ പറയില്ലേ, ആ ഒരു സംഭവമാണ് ഇത്. നമ്മൾ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പെണ്ണെ ചുറ്റിലൊന്നും കാണാൻ പറ്റില്ല എന്ന് പറയില്ലേ, ഇൻടു ദ വാലി, അത് തന്നെയാണ് സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ എന്താ പറയുക, നിങ്ങൾക്കറിയാം മാമകത്തിൽ കൂടുതൽ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് വരുന്നത് കേട്ടോ. കെമിക്കൽസ് മാക്സിമം ഒരു കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നല്ല രസമുള്ളൊരു സ്മെല്ലാണ് നോക്കണമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഇത് വന്നിട്ട് മെയ്ഡ് സേഫ് സർട്ടിഫൈഡ് ആൻഡ് ഡെർമറ്റോളജിസ്റ്റ് ടെസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ അടിപൊളി പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ തന്നെ നമുക്ക് ഞാൻ മറ്റേ ഫ്രാഗ്രൻസും കൂടെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് മേടിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നമുക്കത് മാമകത്തിൻ്റെ സൈറ്റിലും അതുപോലെ തന്നെ ആമസോണും നൈക്കയിലും പേർപ്പിളും ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് 20% ഓഫ് കിട്ടാനായിട്ട് ഈ ഒരു കൂപ്പൺ കോഡ് യൂസ് ചെയ്യാം. അതായത് ശ്രീതു 2024 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എവിടെ നിന്ന് മേടിക്കണം, മാമകത്തിൻ്റെ സൈറ്റിൽ നിന്ന് അല്ലെങ്കിൽ മാമകത്തിൻ്റെ ആപ്പിൽ നിന്ന് ഷോപ്പ് ചെയ്യാൻ വേണ്ടി നോക്കാം കേട്ടോ. അപ്പോൾ ആണ് ഈ ഒരു ഓഫർ കിട്ടുക. അല്ലാണ്ട് മേടിക്കുന്ന സമയത്ത് നമുക്ക് ഓഫ്ലൈൻ സ്റ്റോറിലും കിട്ടും കേട്ടോ. ഈ ഒരു ഓൺലൈൻ സ്റ്റോറിൽ മാത്രമല്ല, ഓഫ്ലൈനായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ വേണ്ടി നോക്കണം. അതേപോലെ തന്നെ മാമകത്തിൻ്റെ ആപ്പിലൂടെ മേടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ അവരുടെ ഓഫേഴ്സും കാര്യങ്ങളും അറിയാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്തൊരു ഫ്രാഗ്രൻസ് എന്ന് പറയുന്നത്, ഇൻടു ദ സൺസെറ്റ്. ഇത് ഭയങ്കര കാമൻ, അതുപോലെ തന്നെ കൂൾ, നല്ല പീസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഇത് വേണമെങ്കിലുള്ള ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നല്ല രസമുള്ള സ്മെല്ലാണ് കേട്ടോ രണ്ടെന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്ക് മേടിക്കുന്ന സമയത്ത് അറിയിക്കാൻ വേണ്ടി നോക്കുക. കാരണം മാമകത്ത് അവരുടെ ഒനിയൻ ഷാമ്പൂലൊക്കെ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട് നമ്മളുടെ ആ ഒരു റിവ്യൂസൊക്കെ കണ്ടിട്ട്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയനും എന്താണെന്നുള്ളത് പറയാം കേട്ടോ. കാരണം അവർ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തുന്നുണ്ട്. നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ആണ്. അതേപോലെ നമുക്ക് നല്ല ഡിലൈറ്റ്ഫുൾ പ്രൈസിനാണ് കിട്ടുന്നത്. പിന്നെ മാമകത്ത് എന്ന് പറഞ്ഞൊരു പ്ലാസ്റ്റിക് പോസിറ്റീവ് ബ്രാൻഡ്, അതുപോലെ തന്നെ ഇന്ത്യൻ ബ്രാൻഡാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പൊൻകുഴി ടെമ്പിൾ എന്ന് പറയുന്നത്. ഇത് ശ്രീരാമക്ഷേത്രമാണ്. ഞാൻ മുൻപ് എപ്പോഴും കാണിച്ചിട്ടുണ്ടാവും. നല്ല അവിടെ പോകുമ്പോഴത്തേക്കും ഭയങ്കര രസമാണ് കേട്ടോ. ആ ഒരു അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് ഭയങ്കര നാച്ചുറൽ, നല്ല രസമുള്ളതാണ്. ആ ഒരു കാടിൻ്റെ ഭാഗത്താണല്ലോ, തൊട്ടപ്പുറത്താണ് കാട് തന്നെയാണ് സൈഡിൽ വരുന്നത്. അതേപോലെ തന്നെ ബാക്കിലൂടെ നല്ല നമ്മുടെ
പുഴയൊക്കെ ഒഴുകുന്നുണ്ട്, നല്ല ഭംഗിയാണ്. മഴയൊക്കെ ഞങ്ങളിപ്പോൾ വയനാട്ടിലല്ലാത്ത ആൾക്കാർ കണ്ടിട്ടുണ്ടാവും, ഇതിലെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. എന്താ വെച്ചാൽ ഇവിടെ വെള്ളം കയറുന്ന സമയത്ത് പൊൻകുഴി അമ്പലത്തിൻ്റെ അവിടെ വെള്ളം കയറി എന്നൊക്കെ പറഞ്ഞിട്ട്, അതന്നെ ആ ഒരു സ്ഥലമാണ് കേട്ടോ അത്. പിന്നെ ഞങ്ങൾ കുറച്ചും കൂടെ അങ്ങനെ മുൻപോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മൈസൂർ എത്താം കേട്ടോ. ഗുണ്ടൽപേട്ട മൈസൂർ അങ്ങോട്ടുള്ള ആ ഒരു റൂട്ടാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് വെറുതെ ഒന്ന് കുറച്ചുകൂടെ പോയി നോക്കിയപ്പോൾ കണ്ടോ, അതാണ് നമ്മളെ കുറുക്കന്മാർ കേട്ടോ. കുറുക്കന്മാരെ ഞാൻ ഇതിൽ കണ്ടിട്ടുണ്ട്, എന്താ പറയുക, സൂവിൽ പോയപ്പോൾ കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഓൺ ദ വേയിൽ അല്ലെങ്കിൽ കാട്ടിൻ്റെ ആ ഒരു സൈഡിൽ ഇതുവരെ കുറേ പ്രാവശ്യം ഈ റൂട്ടിന് പോയിട്ടുണ്ടെങ്കിൽ കുറുക്കന്മാരെ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ കുറേ എണ്ണം അവർ കൂട്ടത്തോടെ നടക്കുക. ആക്രമിക്കാനുള്ള ഒരു ടെൻഡൻസി അവർക്ക് ഒറ്റയ്ക്കില്ലല്ലോ, അല്ലെങ്കിൽ അതിനുള്ള ശക്തി ഇല്ലാത്തത് കൊണ്ട് ഒരു കൂട്ടം കൂടി നടന്ന് ആക്രമിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ അതാണ് നമ്മളെ കുറുക്കന്മാർ. പിന്നെ ഒരു ആനേനെ കണ്ടു, പിന്നെ കുറേ ആനകളെ കണ്ടു കേട്ടോ. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇത് ഒറ്റ കൊമ്പനല്ല, പെണ്ണാനാണ്, കൊമ്പ് കാണില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് മയിലിനെ അങ്ങനത്തെ കുറച്ച് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ കണ്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് നമ്മുടെ മുണ്ടക്കൈയിലെ ആ ഒരു ദുരന്ത മേഖലയിലേക്ക് അവർക്ക് സംഭാവന ചെയ്യാനായിട്ട് ഈ നമ്മുടെ എന്തായിരുന്നു ചിത്രകലാകാരന്മാരുണ്ടാവില്ലേ, അവർ സംഘടിപ്പിച്ച ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടൻ്റെ ഒരു ടീച്ചറുണ്ട്, ടീച്ചർ അവിടുത്തെ അതിൻ്റെ ഒരു ഭാഗമാണ് ആ ഒരു സംഘടനേൻ്റെ എന്താ പറയുക, കേരള ചിത്രകലാ പരിഷത്ത് വയനാട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ് ടീച്ചർ. അപ്പോൾ അങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളും പോയിട്ട് ഒരു പിക്ചറൊക്കെ മേടിച്ചു. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഫണ്ട് ഉണ്ടാവുമല്ലോ, അവർ ചിത്രം വരച്ച് വെക്കും, പക്ഷേ ആ ക്യാഷ് അവരെടുക്കില്ല കേട്ടോ. അത് നമ്മളെ മുണ്ടക്കൈയിലെ ആ ഒരു ദുരന്ത ബാധിത ആൾക്കാർക്ക് ഉണ്ടാവുമല്ലോ, അവർക്ക് കൊടുക്കാനായിട്ടുള്ള, അതിലേക്കുള്ള സംഭാവന കൊടുക്കാനായിട്ടാണ്. അപ്പോൾ നമ്മൾ ഒരു ചിത്രമൊക്കെ മേടിച്ചു. അങ്ങനെ നമ്മൾ തിരിച്ചു പോകുന്നു കേട്ടോ. നല്ല രസമുള്ള കുറേ ചിത്രങ്ങളൊക്കെ ഉണ്ട്. കുറേ ദിവസം ഞാൻ പറഞ്ഞില്ല എൻ്റെ എൻമേലേക്ക് എടുക്കാൻ വേണ്ടി ഇങ്ങനെ വിചാരിക്കുകയാണ്, പക്ഷേ എണീച്ച് നിൽക്കാൻ പോലും ചില ദിവസം വയ്ക്കണ്ടായിരുന്നില്ല, അങ്ങനെ പനിയിട്ട്. അപ്പോൾ അതാ വന്നിട്ട് ചോറുണ്ട്, നമ്മൾ കടച്ചക്ക ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതേപോലെ തന്നെ സാമ്പാർ, പിന്നെ അച്ചാറിട്ടിട്ടുണ്ടായിരുന്നു, അച്ചാറുണ്ട്. അതേപോലെ കർമൂസ് ഉപ്പേരി കഴിഞ്ഞ ദിവസം അമ്മ കടൽമോട് പോയപ്പോൾ അവിടുന്ന് കൊണ്ടുവന്നു. അപ്പം ആ ഒരു കർമൂസയും കൊണ്ട് ഉപ്പേരിയൊക്കെ വെച്ച് ഭക്ഷണം കഴിച്ചു. ഇനിയിപ്പോൾ ഇന്ന് എന്താ പറയുക, വേറെന്താ പരിപാടികളുള്ള തീരുമാനമായിട്ടില്ല. അപ്പം അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പിന്നെ വന്നപ്പോൾ അവിടെ ഡാൻസൊക്കെയാണ്. ഇപ്പോൾ പാട്ട് കേട്ടാൽ പറഞ്ഞില്ലേ എന്തുണ്ടായാലും തുള്ളണം. അതേപോലെ മുറ്റത്ത് കിടക്കുക, അതൊക്കെയാണ് അവൻ്റെ ഹോബികൾ. അങ്ങനെ വികൃതിക്കുട്ടനാണ്. അപ്പോൾ അവൻ മുറ്റത്ത് ഇങ്ങനെ ഏട്ടൻ എന്തൊക്കെയോ പാട്ടുപാടി കളിക്കുമ്പോൾ അതിനുള്ള ഡാൻസ് കളിക്കാണ് കേട്ടോ. എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാനിപ്പോൾ സ്റ്റോപ്പ് ചെയ്യാണ്. നമുക്ക് വരുന്ന ദിവസങ്ങളിൽ പുതിയ വീഡിയോയിൽ കാണാം. ടാറ്റാ.